Listen to music to your hots content worldwide. Rainbow FM Kochi 107.5. Musically yours. 26 दिसंबर है वीर बाल दिवस। आइए मनाएं हमारे बच्चों की बहादुरी का उत्सव। इस अवसर पर जुड़िए देश के प्रधानमंत्री नरेंद्र मोदी के साथ नई दिल्ली के भारत मंडपम से, जहां वो करेंगे सुपोषित ग्राम पंचायत अभियान का शुभारंभ। प्रधानमंत्री राष्ट्रीय बाल पुरस्कार प्राप्त बच्चों से संवाद एवं देश भर के बच्चों को संबोधित। देखिए दोपहर 12 बजे से डीडी न्यूज पर सीधा प्रसारण। Musically yours, FM Rainbow 107.5. Stay tuned. താഴമ്പൂക്കൾക്കിടയിൽ പൂത്തൊരു ഡാലിയ, താഴമ്പൂക്കൾക്കിടയിൽ പൂത്തൊരു ഡാലിയ, ഡാർലിംഗ് ഡാർലിംഗ് നീയൊരു ഡാലിയ. സ്മരണകളോ പൂവായി വിരിഞ്ഞ നാളിന്നിലുണർന്ന വികാരങ്ങളോ, ശരോണിലെ ശരൽക്കാലത്തിൻ സ്മരണകളോ പൂവായി വിരിഞ്ഞ നാളിന്നിലുണർന്ന വികാരങ്ങളോ, നിൻ മൃദുലാധര സിന്ദൂരത്തിനു നിറം നൽകി, നിൻ മൃദുലാധര സിന്ദൂരത്തിനു നിറം നൽകി. അതോ ഈ മധുചഷകം നിനക്കു നീട്ടും പ്രേമ പൗരുഷമോ. ഡാർലിംഗ് ഡാർലിംഗ് നീയൊരു ഡാലിയ. കവിതകളോ അന്തഃപുരത്തിലെ നിദ്രകൾ നെയ്ത കിനാവുകളോ, ഷറാസിലെ ഒമർ ഖയാമിൻ കവിതകളോ അന്തഃപുരത്തിലെ നിദ്രകൾ നെയ്ത കിനാവുകളോ, നിന്നീലാഞ്ജന നേത്രങ്ങൾക്ക് മതം കൂട്ടി, നിന്നീലാഞ്ജന നേത്രങ്ങൾക്ക് മതം കൂട്ടി. അതോ ഈ മകരന്തം കൊതിച്ചു നിൽക്കും കാമമോഹിതരോ. ഡാർലിംഗ് ഡാർലിംഗ് നീയൊരു ഡാലിയ, താഴമ്പൂക്കൾക്കിടയിൽ പൂത്തൊരു ഡാലിയ, ഡാർലിംഗ് ഡാർലിംഗ് നീയൊരു ഡാലിയ. പ്രിയപ്പെട്ട റെയിൻബോ, ഞാൻ ആകാശവാണിയുടെ ഒരു കടുത്ത ആരാധകനാണ്. കുട്ടിക്കാലം മുതൽ ആകാശവാണി കേട്ടാണ് വളർന്നത്. എന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് നൽകിയ ആകാശവാണിയാണ്. ഡിസംബർ 25-ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഉത്സവം വരികയാണല്ലോ. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി കുറച്ച് ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയക്കുന്നു. ഞാൻ തൃശ്ശൂർ കണിമംഗലത്ത് താമസിക്കുന്നു. സ്റ്റേറ്റ് എക്സൈസിൽ ഓഫീസറായിരുന്നു. ഭാര്യ സിബി, മകൾ ആതിര വിവാഹിതയാണ്, കണ്ണൂരാണ്. മകൻ അമൽ ഫെഡറൽ ബാങ്ക് ഓഫീസറാണ്, ബാംഗ്ലൂരാണ്. ഈ കൂടുതൽ വിശേഷങ്ങൾ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വേളയിൽ പറയാം. കുറച്ച് ക്രിസ്ത്യൻ ഫിലിം സോങ്സും ഇതിനോട് ഒപ്പം അയക്കുന്നു. കൂടെ ഇഷ്ടമായ മറ്റ് ഗാനങ്ങളും. ഭക്തിഗാനങ്ങൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഗാനങ്ങളെല്ലാം എന്നെ വായനയുടെ ലോകത്തേക്ക് ആകർഷിച്ച എഴുത്തുകാരൻ മുട്ടത്ത് വർക്കിയുടെ സിനിമയിലെ ഗാനങ്ങളാണ്. പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈയിടെയായിട്ട് റെയിൻബോ എന്നോട് ചെറിയ പിണക്കമാണ്, കത്തുകൾ അയച്ചൊന്നും നടന്നില്ല എന്നൊക്കെയാണ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എഴുതി അയച്ച ലിസണർ നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. സന്തോഷമുണ്ട്. അമൂല്യമായ ഒരു ഗിഫ്റ്റ് എനിക്ക് ഇന്ന് അത് ഈ ക്രിസ്മസ് ദിവസം തന്നെ കിട്ടിയല്ലേ? ക്രിസ്മസിന്റെ ദിവസം തന്നെ ഇങ്ങനെ ഒരു നമുക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ വളരെ സന്തോഷം. അമൂല്യമായ ഒന്ന് തന്നെ. ഓക്കെ, എന്നും ഓർമ്മിക്കപ്പെടും. അതെ. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ ആ പ്രദേശത്ത്? ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ പാതിരപ്പണിക്ക് പള്ളിയിലൊക്കെ പോയി വന്ന് അങ്ങനെ കുറെ പേരൊക്കെ റസ്റ്റിലേക്കാണ്. അവിടെ ഒന്ന് മൂളി കേൾക്കുന്നുണ്ട്, ഉറക്കം തൂങ്ങി. ഇന്നലെ ഉറക്കം വിളിച്ചതുകൊണ്ട് ഇന്ന് പലരും ഒരു അല്പം ബുദ്ധിമുട്ടിലായിരിക്കും രാവിലെ അല്ലേ? ചിലര് കിടക്കയിൽ കിടന്നായിരിക്കും പാട്ടുകൾ. ഓക്കെ ഓക്കെ. ഇന്നലെ 11:30 തുടങ്ങിയിട്ട് 3 മണിയായി കഴിഞ്ഞപ്പോ. 3 മണിയായി കഴിഞ്ഞപ്പോ അല്ലേ? 3 മണിക്ക് പള്ളിയിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ശരി ശരി ശരി. അടുത്ത് തന്നെയാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടോ ക്രിസ്മസ് ഒക്കെ ആയിട്ട്? വീട്ടില് മോള് വന്നിട്ടില്ല. മോള് ഇപ്പൊ ഞങ്ങൾക്ക് ജനുവരിയിൽ ഒരു പെരുന്നാളുണ്ട്, അന്ന് അവരുള്ളൂ. പിന്നെ മകനും മകളും ഇവിടെ വന്നിട്ടുണ്ട്. ആണല്ലേ? ശരി ശരി. മകൻ ബാംഗ്ലൂർ ഫെഡറൽ ബാങ്കിലാണ് മാനേജറാണ്. ഓക്കെ ഓക്കെ. അപ്പൊ വിശദമായിട്ട് കത്തില് ഒരു അത്യാവശ്യം വിവരങ്ങളൊക്കെ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? രണ്ട് ഒരു നിർദ്ദേശം പറയാനുണ്ട്. പറയൂ. നിർദ്ദേശം വെച്ചാലേ, ഒന്ന് നമ്മുടെ ഈ നമ്മളൊരു കുറ്റപ്പെടുത്തലല്ല, അത് അതോറിറ്റി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ഈ റെയിൻബോ പ്രോഗ്രാമിൽ ഇപ്പൊ വൈവിധ്യം ഇത്തിരി കുറവാണ്. ഇപ്പൊ സ്വാഗതം കൊച്ചി തിരിച്ചു കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ ദിവസവും. അതേപോലെ വാട്സാപ്പ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ ബാക്ക് ടു ബാക്ക് സോങ്സ് കുറച്ചധികം ഉണ്ട്. അപ്പൊ അതിൽ ശ്രോതാക്കൾക്കും കൂടി ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ RDSക്കും അതിനൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസ് കൊണ്ടുവന്ന് നന്നായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു അഭിപ്രായം ഉണ്ട്, ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പല വേദികളിലും. പറഞ്ഞതല്ല കേട്ടോ. അതെ, നിർദ്ദേശങ്ങൾ എന്തായാലും വളരെ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നിർദ്ദേശങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ വൈവിധ്യം കൊണ്ടുവന്നാലല്ലേ അതിനത് കുറച്ചും കൂടി ഒരു രസകരമാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അറിയിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഡെഡിക്കേഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ ജനുവരി 19 നമ്മൾ ഒരു FM കേൾക്കുന്ന കുറച്ച് ഒരു കുടുംബ സംഗമല്ല, ഒരു സൗഹൃദ കൂട്ടായ്മ നടത്തുന്നുണ്ട്. അതിൽ ശ്രീകുമാർ സാറ്, ബാലകൃഷ്ണൻ സാറ്, പ്രദീപ് സാറ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ജനുവരി 19 പാർക്കിൽ വെച്ചിട്ടാണ്. ശരി. MLA ഉണ്ട്, തൃക്കാക്കര MLA ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ കലാപരിപാടികളുണ്ട്, ലഞ്ച്, സ്നാക്ക്, ടീ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് പറന്നു പോകാൻ പറ്റാത്തൊരു കൂടുണ്ട്. ആ കൂട്ടിലേക്ക് ഞാൻ പറന്നു പോകാൻ ശ്രമിച്ചാൽ അവർ പിടിച്ചെന്നെ വീട്ടിലും കൂടും തന്നെ. ഞങ്ങളുടെ ഒരു റേഡിയോ കൂട്ടായ്മയുണ്ട്. അവർക്കും ആശംസകൾ പറയുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ, അതിനോടൊപ്പം തന്നെ ക്രിസ്മസ് ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും കേട്ടോ. അതെ, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ്. അതെ, അപ്പോൾ പുതുവത്സര ആശംസകളും അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ബാക്കി പാട്ടുകൾ കൂടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൂടി കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ തകൃതിയായിട്ട് നടക്കട്ടെ ബാക്കിയുള്ള ആഘോഷം. എന്നെ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി സന്തോഷം രേഖപ്പെടുത്താണ് കേട്ടോ. ഓക്കെ. റെയിൻബോ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. താങ്കൾക്കും പ്രത്യേകമായിട്ട് സന്തോഷം. നമ്മൾ പരിചയമുണ്ട്, സുഹൃത്തുക്കളൊക്കെ. ഓക്കെ താങ്ക്സ്. സപ്തസാഗര പുത്രികളെ, സപ്ത കിന്നര കന്യകളെ, നൃത്തമാടു ദേവകുമാരികളെ. സപ്തസാഗര പുത്രികളെ, സപ്ത കിന്നര കന്യകളെ, നൃത്തമാടു ദേവകുമാരികളെ. ശബ്ദസാഗര പുത്രികളെ. മാസന്തരാവിൻ
മടിയിൽ വാസന്തരാവിൻ നടയിൽ ആർമഴവില്ലിൻ മടിയിൽ കാമുകഹൃദയന്നി കൊണ്ട തലങ്ങൾ പാദതരങ്ങൾ കിളുങ്ങി നിങ്ങളുടെ പാദതരങ്ങൾ കിളുങ്ങി സപ്തസാഗര പുത്രികളെ സപ്ത കിന്നര കന്യകളെ നൃത്തമാടൂ നൃത്തമാടൂ ദേവകുമാരികളെ ശബ്ദസാഗര പുത്രികളെ കലയുടെ കൽപകവനിയിൽ കർപ്പൂര തുളസി തറയിൽ കലയുടെ കൽപകവനിയിൽ കർപ്പൂര തുളസി തറയിൽ വിശ്വവിവാദികരാദിതരാഗം വരവേൽക്കുകയല്ലോ നിങ്ങളെ വരവേൽക്കുകയല്ലോ സപ്തസാഗര പുത്രികളെ സപ്ത കിന്നര കന്യകളെ നൃത്തമാടൂ നൃത്തമാടൂ ദേവകുമാരികളെ സപ്തസാഗര പുത്രികളെ. വികസനത്തിന് കൈവരും വേഗത. കാരണം കൂടെയുണ്ട് വിവാദ് സെ വിശ്വാസ് പദ്ധതി. ഒരിക്കൽ കൂടി വിവാദ് സെ വിശ്വാസ് പദ്ധതി 2020 വൻ വിജയത്തിന് ശേഷം ആദായ നികുതി വകുപ്പ് നിങ്ങൾക്കായി വേഗത്തിലും കാര്യക്ഷമമായും തർക്കപരിഹാരത്തിനായി വിവാദ് സെ വിശ്വാസ് പദ്ധതി 2024 കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ കീഴിൽ തർക്കത്തിലുള്ള നികുതി, തർക്കത്തിലുള്ള പിഴ, തർക്കത്തിലുള്ള പലിശ, തർക്കത്തിലുള്ള ഫീസ്, തർക്കത്തിലുള്ള TDS അല്ലെങ്കിൽ TCS എന്നിവ തീർപ്പാക്കും. അപ്പീൽ തീർപ്പാക്കുന്നതിനായി 31/12/2024 അതിനു മുമ്പോ ഡിക്ലറേഷൻ ഫയൽ ചെയ്യുക. 2025 ജനുവരി 1 അതിനുശേഷമോ ഡിക്ലറേഷൻ ഫയൽ ചെയ്താൽ സെറ്റിൽമെന്റ് തുക കൂടുതലായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് incometax.gov.in സന്ദർശിച്ച് ആദായ നികുതി വകുപ്പ് നൽകിയിട്ടുള്ള FAQ കാണുക. ഓരോ നികുതിദായകനും ഒരു രാഷ്ട്ര നിർമ്മാതാവ്. You are listening to Rainbow FM Kochi 107.5. Musically yours. കണ്ണിറുക്കും ചെറുമീ കണ്ണിറുക്കും ചെറുമീ കണ്ണാന പാട്ടൊന്ന് പാടന്റെ ചെറുമീ നാട്ടാരെ കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് നാണമില്ലോ നിങ്ങൾക്ക് ഏനന്റെ പാടത്തെ പൂവാണ് ചെറുമ തന്തോയത്തെ നുമ്പി കണ്ണിറുക്കും ചെറുമീ കണ്ണാന പാട്ടൊന്ന് പാടന്റെ ചെറുമീ നാട്ടാരെ കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ഏനന്റെ പാടത്തെ പൂവാണ് ചെറുമ കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്തി കൊണ്ടാട്ടം കാമാനും പൂവാമോ ചെറുമീ കാമാനും കേൾക്കാനും നിങ്ങളുടെ കൂട്ടിന് കാര്യമേനന്ത് ചൊല്ലന്റെ ചെറുമ കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാര്യമെന്തെന്ന് നീ ചൊല്ലി ചെറുമീ കരിപ്പുടവ താരാഞ്ഞ് നാലാണ് കണക്ക് കരിനാക്ക് നിങ്ങൾക്ക്
കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമീ കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമീ നാട്ടാര് കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ജനന്റെ പാടത്ത് പോവാണ് ചെറുമ 1957 പാടാത്ത പൈങ്കളി എന്ന ചിത്രത്തിന് വേണ്ടി തിരുനൈനാർകുറിച്ചി മാധവൻ നായർ എഴുതി ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി പി ഗംഗാധരൻ നായർ, CS രാധാദേവി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പട്ടണത്തിലെ ആളുകളുടെ ശല്യം സഹിക്കാനാകാതെ പ്രായമായ അമ്മയെയും ഭാര്യയെയും 2 പെൺമക്കളെയും കൊണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് ചേക്കേറിയ തോമ. പ്രായപൂർത്തിയായ മകൾ മേരിയെ ആ ഗ്രാമത്തിലും കാത്തിരുന്ന അത്തരമൊരു സാഹചര്യം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ അയൽവക്കത്ത് താമസിക്കുന്ന ഭാര്യ മരിച്ചുപോയ ഒറ്റയ്ക്ക് കഴിയുന്ന കറിയയ്ക്ക് ആ കുടുംബത്തിനോടും മേരിയോടും അടുപ്പം തോന്നുന്നു. മേരിക്കും അയാളെ വല്ലാതങ്ങ് ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷത്തിൽ നായിക കുളിക്കാനായിട്ട് ഓലമേഞ്ഞു മറച്ച കുളിമറയിൽ കയറുമ്പോൾ നായകൻ അയൽവക്കത്ത് ഇരുന്ന് കുസൃതി നിറച്ച് പാടുകയാണ്. 1971 വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. മേരിയായി ജയഭാരതി എത്തിയപ്പോൾ കറിയയായി മധുവും എത്തുന്നു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിര് പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിര് പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ തേനിതളിനുള്ളിലും അതിനോരോ രത്നങ്ങളായിരുന്നു. അതിലൊന്നെടുത്തൊരു നക്ഷത്രമാക്കി ഞാൻ അവളെ അലങ്കരിക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൊൻചിറകിനുള്ളിലും അതിനോരോ സ്വപ്നങ്ങളായിരുന്നു. അതിലൊന്നിറുത്തൊരു കൂട്ടാലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. അതിലൊന്നിറുത്തൊരു കൂട്ടാലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൂങ്കുളിരിനുള്ളിലും അതിനോരോ ദാഹങ്ങളായിരുന്നു. അതിലൊന്നിലെന്നിലെ പന്നീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. അതിലൊന്നിലെന്നിലെ പന്നീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ
You are listening to Rainbow FM Kochi 107.5. Musically yours. സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കണിമംഗലം, തൃശ്ശൂർ കണിമംഗലത്ത് നിന്ന് ജോയ് തിരഞ്ഞെടുത്ത ഒരുപിടി നിത്യസുന്ദര ഗാനങ്ങളാണ് ആസ്വദിച്ചത്. നാളെ എടത്തലിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ജോജി തിരഞ്ഞെടുത്ത ഒരുപിടി നിത്യസുന്ദര ഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. അപ്പോൾ 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട്, പ്രോഗ്രാം ഹൈലൈറ്റ്സ് ആണ് അടുത്തതായിട്ട്. അത് കഴിഞ്ഞ് മോർണിംഗ് റീചാർജിൻ്റെ സമയം. റെഡി സ്റ്റഡി പോ.